എത്ര അടിക്കണം? ഫുൾ ടാങ്ക് അടിച്ചേക്ക്. എന്തിനാ മോളെ നിനക്കിതൊക്കെ? MS പഠിക്കാനുള്ള നീ പെട്രോൾ പമ്പിൽ ജോക്കറിന്റെ വേഷവും കെട്ടി ടൂറ്റി ഓയിലും അടിച്ച് നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ മോളെ? ഈ പിടിവാശി എന്തിനാ? ഈ നിമിഷം വേണമെങ്കിൽ ഇതെല്ലാം കളഞ്ഞിട്ട് കാറിൽ വന്ന് കയറാം. എനിക്ക് എന്തിനാ ചാരണി എന്ന് പേരിട്ടത്? അത് പിന്നെ എനിക്കറിയാം, അച്ഛന്റെ കാമുകിയുടെ പേരാത്. അച്ഛനെ അവരെ മറക്കാൻ കഴിയാത്തോണ്ടാ അവരുടെ ലെറ്റേഴ്സ്, കാഴ്ച, കീ ചെയിൻ, ഫോട്ടോസ്, എന്തിന് പൊഴിഞ്ഞു വീണ മുടി പോലും ബുക്കിന്റെ ഇടയിൽ ഭദ്രമായി വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനത് എടുത്തു നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ ജീവിതത്തിൽ ജയിച്ചെന്ന് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ സ്വയം വിഡ്ഢിയാവുന്നത്? ഞാനും വേറൊരാളെ കല്യാണം കഴിച്ച് എന്റെ മോന് മുന്നാന്ന് പേര് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതാച്ചാ ബാലൻസ് പൈസ. നീ തന്നെ വെച്ചോ മോളെ. എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ഇതാച്ചാ കോംപ്ലിമെന്ററി. വേറെ ആരെങ്കിലും മരിച്ചോ ചേട്ടാ? അപ്പുറത്തെ മുടുങ്ങിൽ ഒരുത്തം വലിച്ചു വലിച്ച് കിടപ്പുണ്ട്. നാളെ പോവായിരിക്കും, അപ്പൊ അറിയിക്കാം. അപ്പോഴേ കൊച്ചിന്റെ അഡ്രസ് എന്തര്? കൃഷ്ണ ലയലോ കോളേജ് സെക്കൻഡ് BB. താങ്ക്സ് ചേട്ടാ. സ്റ്റുഡന്റ് ആണ്. അത് ശരി. ചത്തവ നന്നായിരിക്കട്ടെ. എന്ത് ജോലിയാണെങ്കിലും ചെയ്യോ നീ? ചെയ്യും സാർ. ശമ്പളം കിട്ടില്ല. നേരം വായ്ക്ക് രുചിയുള്ള ഭക്ഷണം മാത്രമേ കിട്ടൂ. മതിയോ? തൽക്കാലം അത് മതി സാർ. പിടിക്കേ. ഇതിലെ നേരെ പോയാ മണികണ്ഠേശ്വര ക്ഷേത്രമുണ്ട്. നല്ല അസൽ പുളിച്ചോറ് കിട്ടും, നല്ല ചൂടോടെ. പച്ചലമുളക്, കടലപ്പരിപ്പ്, നിലക്കടല ഇതൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ 2 കാരിയറിൽ വാങ്ങിച്ചോ. ഒന്ന് നിനക്ക് കഴിക്കാൻ, ഒന്ന് എനിക്ക്. ശരി സാർ. ആ സഞ്ജയുടെ ഇരിക്കട്ടെ. പാത്രം കൊണ്ട് നീ കടന്നു കളഞ്ഞാലോ? എത്തി. കഴിക്കേ. ഭഗവാനെ, എന്നെ മാത്രം രക്ഷിക്കണേ. പ്രസാദം വാങ്ങിയ സമയായി. പിടിക്ക്. ഡയറി എവിടെ? ഇന്ന് എന്താ ആഴ്ചയാ? ശനിയാഴ്ച. ഇപ്പോ അശോക് നഗറിലെ ആഞ്ജനേയ ക്ഷേത്രത്തിൽ പോയാ ഇഞ്ചിയും കറിവേപ്പില ഇട്ട് ഇളം പുളിയുള്ള നല്ല തൈര് ചോറും ഉഗ്ര രുചിയുള്ള ഉഴുന്നുവടയും കിട്ടും. 2ലും വാങ്ങിച്ചേക്ക്. ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക്. വേഗം ചെല്ല്, തീർന്നു പോകും.